8ാം ദിവസവും നിലയ്ക്കാത്ത ജനപ്രവാഹവുമായിട്ട് ഡയറക്ടർ നായകനായിട്ട് എമ്പുരാൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സാധാരണ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഡയറക്ടറിനെ നായകനാക്കി പൃഥ്വിരാജ് അണിയിച്ചൊരുക്കിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ 8ാം ദിനമായിട്ടുള്ള 2ാം വാരത്തിലെ ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാള സിനിമ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത വമ്പൻ വിജയത്തിലോട്ടാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡയറക്ടറിനെ നായകനാക്കി പൃഥ്വിരാജ് അണിയിച്ചൊരുക്കി 2019 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയുടെ 2ാം ഭാഗമായിട്ടുള്ള എമ്പുരാനു വേണ്ടി സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത്. ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച കണ്ടത്. 8ാം ദിനമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 5,25,00,000 ഒരു കളക്ഷൻ ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ നാട്ടിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം 70 ലക്ഷത്തിന് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ചിത്രത്തിന് ഓവർസീസിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 2 മുതൽ 3 കോടി രൂപ വരെ ചിത്രത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് വർക്കിംഗ് ഡേ ആയിട്ട് പോലും ചിത്രത്തിന് 8ാം ദിനം നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം 8 മുതൽ 9 കോടി രൂപ വരെ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആദ്യ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 239 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് 2ാം വാരത്തിലോട്ട് കടന്ന ചിത്രം ഈ ഒരു വീക്കെൻഡിൽ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 300 കോടി നേടുന്ന ഇതിനോടൊപ്പം തന്നെ ഉറപ്പായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 100 കോടി പിന്നീട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം ചിത്രത്തിന്റെ 8 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏകദേശം 70 കോടിക്ക് അടുത്തുള്ള ഒരു തുക ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വീക്കെൻഡിൽ ഒരുപക്ഷെ ചിത്രത്തിന്റെ കളക്ഷൻ ഉയരാൻ സാധ്യതയുണ്ട്. വെള്ളി, ശനി, ഞായർ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നിർണായകമായിട്ട് മാറും. ഒരുപാട് വിമർശനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് എമ്പുരാൻ ഇപ്പോൾ തിയേറ്ററുകളിൽ വലിയ വിജയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങൾ ഈ ഒരു വിജയം ആവർത്തിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ 500 കോടി ചിത്രമായിട്ട് ചിത്രത്തിന് മാറാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ നിങ്ങൾ എത്രയായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ടാവും.